അമിത ഭാരമുള്ള ജോലിയാണെന്ന് വെച്ച് ജോലി ഉപേക്ഷിക്കാൻ പറ്റുമോ? സാമ്പത്തിക പ്രതിസന്ധികൾ ഉത്കണ്ഠ ഉളവാക്കുന്നു എന്ന് വെച്ച് അവയെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? വ്യക്തിബന്ധങ്ങൾ സ്വസ്ഥത നശിപ്പിക്കുന്നു എന്ന് വെച്ച് ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ പറ്റുമോ? പലരും ഇതെന്നോട് ചോദിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ കടുത്ത സ്ട്രെസ്സാണെന്ന് എനിക്കറിയാം, അതെനിക്ക് നല്ലതല്ലെന്നും എനിക്കറിയാം. പക്ഷെ ഈ ജീവിത സാഹചര്യങ്ങളിലൊന്നും മാറ്റമുണ്ടാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ സ്ട്രെസ് കുറയുക? ഇതാണ് എല്ലാവരും പറയാറുള്ളത്. ശരിയാണ്, ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകാതെ എങ്ങനെയാണ് അവ ഉണ്ടാക്കുന്ന സ്ട്രെസ്സിൽ നിന്ന് രക്ഷ നേടുക? എന്നാൽ ഈ സാഹചര്യങ്ങൾ മാറുന്നത് നമ്മുടെ നിയന്ത്രണത്തിലാണോ? അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? എന്നാൽ ഇതിന് ലളിതവും ശാസ്ത്രീയവുമായ ഒരു പരിഹാരം ഞാൻ നിർദ്ദേശിക്കട്ടെ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറാത്തപ്പോഴും അവ നിങ്ങളിൽ ഉണ്ടാക്കുന്ന സ്ട്രെസ് മാറ്റാൻ സാധിക്കും. എങ്ങനെ? നമ്മുടെ ബ്രെയിൻ അഥവാ മസ്തിഷ്കത്തിൽ ഈ സ്ട്രെസ് ഉളവാക്കുന്ന പ്രതികരണം മാറ്റുന്നതിലൂടെ. എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഈ സ്ട്രെസ്സിനോടുള്ള പ്രതികരണം മാറ്റുക? നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ് സ്ട്രെസ്സിനോടുള്ള പ്രതികരണം നമ്മളിൽ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായി ആ സ്ട്രെസ് മാറിക്കഴിയുമ്പോൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പ്രവർത്തനക്ഷമമാവുകയും നമ്മളെ റിലാക്സ് ആക്കുകയും ചെയ്യും. അപ്പോൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മൾ ടെൻഷൻ കൂടുന്നതും അത് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആവുകയും ചെയ്യുക. ഇതാണ് സ്വാഭാവികമായ ഒരു സൈക്കിൾ. പക്ഷെ നമ്മൾ നിരന്തരം സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് നമ്മുടെ റിലാക്സ് ആക്കാനുള്ള ഒരു സമയപരിധി ലഭിക്കുന്നില്ല. അപ്പോഴേക്കും അടുത്തടുത്ത് നമ്മൾ വീണ്ടും സ്ട്രെസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യം മാറിക്കഴിയുമ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ അപ്പോഴും സ്ട്രെസ്സിലാണെന്നാണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണർന്ന് തന്നെ ഇരിക്കും. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഈ ഇംബാലൻസ്, ഈ ക്രമരാഹിത്യം മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ശരീരം ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യം മാറുന്നതും അല്ലെങ്കിൽ ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന സാഹചര്യത്തിന് നേരിടേണ്ടി വന്ന അവസ്ഥ മാറുന്നതും റിലാക്സ് ആവും. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിമുട്ടുകളിലേക്കും രോഗങ്ങളിലേക്കും നയിക്കുന്നത് ഈ ക്രമരാഹിത്യമാണ്, ഈ ഇംബാലൻസ് ആണ്. ഇത് ബാലൻസിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും രോഗത്തിലേക്ക് പോകുന്നത് തടയാൻ നമുക്ക് സാധിക്കും. അതിനായി നമ്മൾ എന്താണ് ചെയ്യുക? നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്ന, ഈ രണ്ട് സിസ്റ്റങ്ങളുടെയും പ്രവർത്തനത്തിനെയും ബാലൻസിലാക്കുന്ന, നമ്മുടെ ബ്രെയിനെ റിലാക്സ് ആക്കുന്ന, ശാന്തമാക്കുന്ന, മനസ്സിനെ തണുപ്പിക്കുന്ന മാർഗങ്ങൾ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെ. എന്താണ് അവയൊക്കെ? ബോധപൂർവമുള്ള വിശ്രമം, ശരീരത്തിന് മാത്രമല്ല മനസ്സിന്. ഫോണും മറ്റ് സ്ക്രീനും ഒക്കെ മാറ്റിവെച്ച് ദിവസവും അല്പനേരം ശാന്തമായി സ്വസ്ഥമായിരുന്ന് കണ്ണുകൾ അടച്ച് ഉള്ളിലേക്ക് നിരീക്ഷിച്ച് ദീർഘമായ ശ്വാസം എടുത്ത് വിടുക. ധ്യാനം, യോഗ എന്നീ മാർഗങ്ങൾക്കായി അല്പനേരം ദിവസവും ചിലവഴിക്കുക.